നമസ്കാരം. കഥാലോകം എന്ന ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചിന്മുദ്രയെക്കുറിച്ചാണ്. ചിന്മുദ്ര അടിസ്ഥാനമാക്കിയുള്ള ഒരു സംഭവ കഥ. ചിന്മുദ്ര എന്നാൽ എന്താണ്? അത് ആത്മീയതയ്ക്ക് എങ്ങനെ ഉപകരിക്കും? ഉത്തരേന്ത്യക്കാരനായ ഒരു യുവ സന്യാസിയുടെ മനസ്സിൽ തോന്നിയ സംശയമാണിത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കണ്ണിൽ കണ്ട ഓരോരുത്തരോടും ഈ സംശയത്തെക്കുറിച്ച് ചോദിച്ചു. എന്താ ചിന്മുദ്ര? ഇതെങ്ങനെ ആത്മീയതയ്ക്ക് ഉപകരിക്കുക? അദ്ദേഹം ഓരോ സന്യാസിയെ കാണുമ്പോഴും പണ്ഡിതനെ കാണുമ്പോഴും ഒക്കെ ചിന്മുദ്രയെക്കുറിച്ച് ചോദിച്ചു. എവിടെ നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. ഒടുക്കം ചോദിച്ച് തളർന്ന് അദ്ദേഹം മൈസൂര് കടന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെത്തി. 1892 ഡിസംബർ മാസം ആദ്യ ആഴ്ചയിലെ ഒരു പ്രഭാതം. സ്ഥലം എറണാകുളം വള്ളക്കടവ്, ഇന്നത്തെ എറണാകുളം ബോട്ടുചെട്ടി. അന്നത്തെ കൊച്ചിൻ ദിവാൻ സെക്രട്ടറി ആയിരുന്ന രാമയ്യനും അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ചന്തുലാലും കൂടി ഒരു പ്രഭാത സവാരിക്കിറങ്ങി. കൊച്ചിക്കായലിലെ കുഞ്ഞോളങ്ങളെ തഴുകി ഉണർത്തി ഒരു കടത്തുവള്ളം അവർക്കരികിലേക്ക് എത്തി. ആ കടത്തുവള്ളത്തിൽ നിന്ന് കാവി തലപ്പാവ് ധരിച്ച ഒരു സന്യാസി വര്യൻ പുറത്തേക്കിറങ്ങി. തേജോമയമായ മുഖം. രാമയ്യനും ചന്തുലാലും കൂടി അദ്ദേഹത്തിനരികിലേക്ക് എത്തി. അദ്ദേഹത്തിന് വന്ദനം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പേരെന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം യാതൊന്നും മിണ്ടിയില്ല. മലയാളത്തിലും തമിഴിലുമൊക്കെ പേര് ചോദിച്ചു. ഈ സന്യാസി യാതൊന്നും മിണ്ടുന്നില്ല. ഒടുക്കം രാജസ്ഥാൻകാരനായ ചന്തുലാൽ ഹിന്ദിയിൽ സംസാരിക്കാൻ നോക്കി. ആപ്കാ ശുഭനാം ക്യാ ഹേ? താങ്കളുടെ പേരെന്താണ്? ഉടനെ സന്യാസി സംസാരിച്ചു തുടങ്ങി. മേ വിവേകാനന്ദ് ഹൂം, മേ ബംഗാൾ സെ ആത്താ ഹൂം. എൻ്റെ പേര് വിവേകാനന്ദൻ എന്നാണ്. ഞാൻ ബംഗാളിൽ നിന്ന് വരുന്നു. ഉടനെ രാമയ്യനും ചന്തുലാലും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് തൊട്ടടുത്തുള്ള രാമയ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി സ്വീകരിച്ച് ആനയിച്ചിരുത്തി. എന്നിട്ട് പല വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ രാമയ്യൻ ചന്തുലാലിനോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇതിന് വല്ല കള്ളസന്യാസിയുമായിരിക്കുമോ? ഇതിന് മറുപടി ചന്തുലാൽ ഇംഗ്ലീഷിൽ പറയുന്നതിന് മുമ്പ് തന്നെ വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ കള്ളസന്യാസി അല്ല എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. ഇത് കേട്ടിട്ട് ഇയാൾ അസാമാന്യനാണ് എന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴവും പരപ്പും ഒന്ന് അളക്കണമെന്ന് രാമയ്യന് തോന്നി. ഉടനെ രാമയ്യൻ വിവേകാനന്ദനോട് പറഞ്ഞു, തൊട്ടടുത്ത് തന്നെ തദ്ദേശനായ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം ഇടപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ നമുക്കൊന്ന് കാണാൻ പോയാലോ? അദ്ദേഹം മഹാജ്ഞാനിയാണ്, സകലകലാവല്ലഭനാണ്. അദ്ദേഹവുമായി ഒന്ന് സംവദിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് രാമയ്യൻ വിവേകാനന്ദനോട് പറഞ്ഞു. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ ഇന്ന് ക്ഷീണിതനാണ്, ഒരു കാര്യം ചെയ്യാം, നാളെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ രാമയ്യൻ ഒരു ദൂതനെ ആ തദ്ദേശനായ ഇടപ്പള്ളിക്കാരനായ സന്യാസി വര്യന്റെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് ഇവിടെ ഒരു യുവ സന്യാസി എത്തിയിട്ടുണ്ട്, അദ്ദേഹം താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ആ സ്വാമി താൻ ഇങ്ങോട്ട് നേരിട്ട് വന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാമയ്യന്റെ വീട്ടിൽ ഒരു വിദ്വൽ സദസ്സ് തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. തദ്ദേശനായ ആ സ്വാമി, ഇടപ്പള്ളിക്കാരനായ ആ സ്വാമി രാമയ്യന്റെ വീട്ടിലെത്തി. അദ്ദേഹം മറ്റാരുമായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവജ്ഞനും സകല കലാവല്ലഭനും പരിപൂർണ കലാനിധിയുമായ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവടികളായിരുന്നു ആ സന്യാസി വര്യൻ. ഒരു സാധാരണക്കാരനെ പോലെ കാവ്യവസ്ത്രമോ കമണ്ടലുവോ യാതൊന്നുമില്ലാതെ ശുഭ്രവസ്ത്രം ധരിച്ച് വിവേകാനന്ദൻ അരികിലേക്ക് ചട്ടമ്പി സ്വാമികൾ എത്തി. ഒരു അപൂർവ സമാഗമമായിരുന്നു അത്. വിവേകാനന്ദൻ ഒന്ന് അത്ഭുതപ്പെട്ടു. സന്യാസി വര്യൻ എന്ന് പറയുമ്പോൾ കാവ്യവസ്ത്രം സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ, ഇത് യാതൊന്നുമില്ലാതെ ശുഭ്രവസ്ത്രം ധരിച്ചൊരു സ്വാമിയോ? വിവേകാനന്ദന്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്പന്ദനമുണ്ടായി. എങ്കിലും പുറമെ യാതൊന്നും കാണിച്ചില്ല. പരസ്പരം അഭിവാദനം ചെയ്തു. കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി. ഒടുക്കം അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി പല വിഷയങ്ങളെക്കുറിച്ച്. അവരുടെ വർത്തമാനം സംസ്കൃതത്തിലായിരുന്നു. വേദം, വേദാന്തം, ഉപനിഷത്തുകൾ ഒക്കെ സൂര്യന് കീഴിലുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ചാ വിഷയമായി. പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖം, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോകുന്ന ധീരത, ഇതാണ് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനിൽ ദർശിച്ചത്.
ഒടുക്കം തന്ത്ര വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളോട് ചോദിച്ചു, ചിന്മുദ്ര എന്നാൽ എന്താണ്? അത് ആത്മീയതയ്ക്ക് എങ്ങനെ ഉപകരിക്കും? ഉടനെ ചട്ടമ്പിസ്വാമികൾ ചിന്മുദ്ര പിടിച്ച് കാണിച്ചു കൊടുത്തു. തള്ളവിരലും പെരുവിരലും കൂടി പിടിച്ച് മറ്റ് വിരലുകൾ ഇങ്ങനെ നിവർത്തി ചേർത്ത് പിടിക്കുന്നതിനാണ് ചിന്മുദ്ര എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഉടനെ വിവേകാനന്ദൻ പറഞ്ഞു, ഇതെനിക്കും അറിയാം, ഇത് ആത്മീയതയ്ക്ക് എങ്ങനെ ഉപകരിക്കും, അതാണ് എനിക്കറിയേണ്ടത്. ഇത് കേട്ടിട്ട് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു, ചിന്മുദ്ര പിടിച്ച് പെരുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ച് മറ്റു വിരലുകൾ ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ ഞരമ്പുകളിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകും, ഒരു സ്പന്ദനം ഉണ്ടാകും. മസ്തിഷ്കത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു സ്പന്ദനം ഉണരും. അതുമാത്രമല്ല, അവിടെ ഒരു വെളിച്ചമുണ്ടാകും. അപ്പോൾ നമ്മളും ബ്രഹ്മവും രണ്ടല്ല ഒന്നാണ് എന്ന ചിന്ത, ആത്മീയ ചിന്ത മനസ്സിലുണരും. ചുറ്റിനുമുള്ള എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഭാഗം തന്നെയാണ് എന്ന അപൂർവമായ ജ്ഞാനം ഉള്ളിലുണരും. അവാച്യമായ ഒരു അനുഭൂതി മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് വിവേകാനന്ദൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്ന് തോന്നി. അതുമാത്രമല്ല, ബൃഹദാരണ്യക ഉപനിഷത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, ചിന്മുദ്രയെക്കുറിച്ചുള്ള ആ ശ്ലോകം ചട്ടമ്പിസ്വാമികൾ ചൊല്ലിക്കൊടുത്തു. വിവേകാനന്ദൻ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്ന് തോന്നി. വിവേകാനന്ദൻ കണ്ണടച്ച് ചിന്മുദ്ര പിടിച്ച് ധ്യാന നിമഗ്നനായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്നു. വിവേകാനന്ദന് അവാച്യമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി ഉണ്ടായി. കണ്ണുകൾ തുറന്ന വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികൾക്ക് മുന്നിൽ നമ്രശിരസ്കനായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകളെടുത്ത് തന്റെ ശിരസിൽ വെച്ചു. എന്നിട്ട് താൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ചട്ടമ്പിസ്വാമികൾ അങ്ങനെ തന്നെ ചെയ്തു. പിൽക്കാലത്ത് ഈ അപൂർവ സമാഗമത്തെക്കുറിച്ച് വിവേകാനന്ദൻ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ബംഗാൾ മുതൽ കേരളം വരെ ഞാൻ എല്ലാവരോടും ചിന്മുദ്ര എന്താണ് എന്ന് ചോദിച്ചു. എവിടെ നിന്നും എനിക്ക് തൃപ്തികരമായ ഒരു മറുപടിയും ലഭിച്ചില്ല. ഒടുക്കം എനിക്കത് ലഭിച്ചത് കേരളത്തിൽ ചട്ടമ്പിസ്വാമികളിൽ നിന്നാണ്. ഹിയർ ഐ എം എ റിമാർക്കബിൾ പേഴ്സൺ. ഞാനിവിടെ അസാമാന്യനായ അപൂർവനായ ഒരു പ്രതിഭയെ കണ്ടുമുട്ടി എന്നാണ് തൻ്റെ ഡയറിയിൽ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് വിവേകാനന്ദൻ കുറിച്ചത്. പിൽക്കാലത്ത് വിവേകാനന്ദൻ പറഞ്ഞ ഈ അറിവിൽ നിന്ന് വിവേകാനന്ദന്റെ പല ശിഷ്യരും ചട്ടമ്പിസ്വാമികളെ നേരിട്ട് വന്ന് കണ്ട് ഇത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. തിരിച്ച് വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞത്, വിവേകാനന്ദൻ വായ തുറന്നാൽ മണൽത്തരികൾ പോലും കോരിത്തരിക്കും എന്നാണ്. അത് 1893 സെപ്റ്റംബർ മാസം അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് എല്ലാവർക്കും മനസ്സിലായതാണ്. കഥാലോകത്തിന്റെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.